മിങ്കു കാട്ടിലുള്ള മരങ്ങളോടൊപ്പം ചാടി ചാടി കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് ആരോ കരയണ ശബ്ദം മിങ്കു കേട്ടു. ആരാണ് ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഈ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? അങ്ങനെ ഉള്ളപ്പോ ഇവിടെ ആരാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്? ആരാണെന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. മിങ്കു മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഒരു കുരുക്കൻ കുട്ടി അവിടുന്ന് കരയുണ്ടായിരുന്നു. എന്താ കുള്ളനേരി കരഞ്ഞോണ്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എന്റെ പേര് ലൂസി എന്നാണ്. ഞാൻ ഈ കാട്ടിലെ വടക്ക് ഭാഗത്താണ് താമസിക്കുന്നത്. പെട്ടെന്ന് എന്റെ കുടുംബത്തിലുള്ളവരെ കാണാനില്ല. ഇപ്പൊ എനിക്ക് താമസിക്കാൻ വീടുമില്ല, കഴിക്കാനാണെങ്കിൽ ഭക്ഷണവുമില്ല. മിങ്കു കുട്ടി കുറുക്കൻ പറഞ്ഞത് കേട്ട് തിരിച്ചു പറഞ്ഞു, ലൂസി, ഇന്ന് കാലത്ത് നിന്റെ കുടുംബത്തിനെ ഞാൻ കണ്ട പോലെ ഉണ്ട്. അങ്ങനെയാണോ? അവരെല്ലാവരും എവിടെയാണെന്ന് എന്നോട് പറയുന്നു. ഞാനും അവരുടെ അടുത്തേക്ക് പോയിക്കോളാം. ഇല്ല ലൂസി, നീ ഇപ്പൊ അവരുടെ അടുത്തേക്ക് പോകാനേ പറ്റത്തില്ല. നീ അവരുടെ കുടുംബത്തിലെ കഷ്ടം കണ്ടാ ഭയങ്കര വിഷമപ്പെടും. ആ ഷേർ സിംഗ് ഉണ്ടല്ലോ, നിന്റെ കുടുംബത്തിലുള്ള എല്ലാരെയും വേട്ടയാടി അവൻ. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഒരിക്കലും അവരെ കാണാൻ പറ്റത്തില്ല. അത് കേട്ടതും ലൂസി നന്നായിട്ട് കരയാൻ തുടങ്ങി. പക്ഷേ മിങ്കു അതൊന്നും ശ്രദ്ധിക്കാതെ അവിടുന്ന് നടന്നുപോയി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് മിങ്കു കുരങ്ങുകുട്ടി അവിടെ നിന്ന് തിരിച്ചെത്തി. കുരങ്ങന്റെ കയ്യില് കഴിക്കാൻ എന്തോ ഭക്ഷണം ഉണ്ടായിരുന്നു. ലൂസിന്റെ അടുത്ത് കഴിക്കാൻ കൊടുത്തിട്ട് കുരങ്ങ് പറഞ്ഞു, എന്താ ലൂസി, ഈ പഴം കഴിക്ക്. അടുത്തവർ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിനക്ക് ആക്ഷേപണം ഒന്നും ഇല്ലെങ്കിൽ നീ ഇന്നു മുതല് എന്റെ കൂടെ വന്ന് എന്റെ വീട്ടിൽ താമസിക്കാം. അപ്പൊ ലൂസിന്റെ അടുത്ത് വേറെ വഴിയേ ഇല്ല. ആ ഭക്ഷണത്തിന്റെ കുരങ്ങുകുട്ടിന്റെ അടുത്ത് മേടിച്ചിട്ട് പറഞ്ഞു, മിങ്കു, നീ വളരെ നല്ലവനാണല്ലോ. ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ തീർച്ചയായും താമസിക്കാം. എനിക്കിപ്പോ താമസിക്കാനാണെങ്കിൽ വേറൊരു സ്ഥലമൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് എന്നെ ആരും താമസിക്കാൻ അനുവദിക്കില്ല. മിങ്കു ലൂസിനെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി. മിങ്കുനെ കണ്ടപ്പോ തന്നെ അവന്റെ അച്ഛനമ്മമാര് ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ മിങ്കു, ഈ കുറുനരി എന്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? ആദ്യം ഇതിനെ അടിച്ചു തുരത്താൻ നോക്ക്. അമ്മേ, ഇനി മുതൽ ഈ ലൂസി നമ്മുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇവളുടെ അച്ഛനെ അമ്മനെയും സിംഹം പിടിച്ച് കഴിച്ചു കളഞ്ഞു. ഇപ്പൊ ഇവൾക്ക് താമസിക്കാൻ ഒരു സ്ഥലവും ഇല്ല. അവന്റെ വീട്ടിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് നീ നമ്മുടെ വീട് അനാഥാലയമാക്കി മാറ്റിയോ? ഈ കുറുനരിയെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ലൂസി കാര്യങ്ങളൊക്കെ കേട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ മിങ്കു പറഞ്ഞു, ശരി മേ, ഞാൻ അവളുടെ അടുത്ത് വാക്ക് പറഞ്ഞു പോയി എന്റെ കൂടെ താമസിക്കാൻ പറഞ്ഞു. ഇപ്പൊ അവള് നിങ്ങൾ പോകാൻ പറഞ്ഞോണ്ട് ഞാനും അവളുടെ കൂടെ പോയി താമസിക്കാൻ പോവാ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണ് താമസിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അവൻ മിങ്കുവിനെ വേറെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. മിങ്കു ലൂസിയും ചേർന്ന് ഒരു പുതിയ വീടൊന്നും ഉണ്ടാക്കി. അതിനുശേഷം അവർ രണ്ടുപേരും ആ വീട്ടിൽ ഒന്നിച്ച് ജീവിച്ചു. ദിവസങ്ങൾ പോകെ പോകെ അവന്റെ തമ്മില് ഇഷ്ടമുണ്ടായി. ഒരു ദിവസം മിങ്കു കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ രാത്രി ഒരുപാട് സമയമായി. വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. ലൂസിയും ഇവന് വേണ്ടി വീട്ടിൽ കാത്തിരുന്നു. ഈ മിങ്കു എവിടെയാണ് പോയത്? ഒരുപക്ഷെ അവനെന്തെങ്കിലും പറ്റിക്കാണുമോ? ദൈവമേ, അവൻ എങ്ങനെയും ഒന്ന് രക്ഷിക്ക്. എപ്പോഴും പോലെ മിങ്കു വീട്ടിക്ക് തിരിച്ചെത്തി. പക്ഷേ ഇവന്റെ മേലിരുന്ന ദേഷ്യത്തില് അവള് ഇവനോട് സംസാരിച്ചേ ഇല്ല. അവളുടെ ദേഷ്യം കണ്ടപ്പോ തന്നെ ഇവൻ പറഞ്ഞു, എന്ത് പറ്റി ലൂസി? നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? അതെന്താ എന്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ലാത്ത? അതും അല്ലാതെ എന്നെ ദേഷ്യത്തോടെയാണ് നീ നോക്കുന്നത്. എന്ത് പറ്റി ഞാൻ നിനക്ക്? നിന്നോട് മിണ്ടില്ല, നോക്കിക്കോ. നിനക്കറിയില്ലേ, ഇന്നലെ രാത്രി നീ ഇല്ലാതെ ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? എന്റെ മനസ്സ് എത്ര വിഷമിച്ചെന്നറിയാമോ നിനക്ക്? ഇന്നലെ രാത്രി നീ വീട്ടിൽ വരാത്തോണ്ട് ഞാൻ ദുർസ്വപ്നങ്ങളെല്ലാം കണ്ടു. എന്താ ലൂസി, എന്താ സംസാരിക്കുന്ന നീ? സ്വപ്നം അത് ഇതെന്നൊക്കെ പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതുപോലെ നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന് എനിക്ക് അറിയില്ല. ലൂസി, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഞാൻ ഒരു കുരങ്ങനല്ലേ, നീ ഒരു കുരുക്കനാ. നമ്മൾ രണ്ടുപേരും എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നീ എന്നെ വേണ്ടാന്ന് പറയുന്നു വിചാരിച്ചാണ് ഞാൻ നിന്റെ അടുത്ത് പറയാത്തത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ഈ കാട്ടിൽ എനിക്ക് ആരും സഹായത്തിനില്ലാത്തപ്പോൾ നീയാണ് എന്നെ രക്ഷിച്ചത്. പ്രേമം ആരോട് വേണമെങ്കിലും തോന്നാം, എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും വരാം. നീ ഒരു കുരങ്ങ്, ഞാനൊരു കുറുനരി. അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ഒന്നിച്ചുണ്ടാവണമെന്ന് ഈശ്വരനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും വിവാഹം കഴിച്ചു. പിന്നെ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഈ കാര്യങ്ങള് മറ്റേ മൃഗങ്ങൾക്കൊന്നും പിടിച്ചില്ല.
ഒരു ദിവസം ലൂസി ഒറ്റയ്ക്കിരിക്കുമ്പോ മറ്റേ മൃഗങ്ങളൊക്കെ വഴിമറിച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്ന് അവളുടെ വഴി തടഞ്ഞു നിന്നു. ആ സമയത്ത് മിങ്കു അവിടെ എത്തി. മുറിവേറ്റ ലൂസിനെ കണ്ടിട്ട് മിങ്കുന് വല്ലാത്ത ദേഷ്യം വന്നു. അവരിനെ എല്ലാവരും ഒറ്റ അടി കൊണ്ട് വീഴ്ത്തി മിങ്കു. മിങ്കു അടിച്ചത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല അടിപെട്ടു. എല്ലാ മൃഗങ്ങളും ചേർന്ന് ഒരു സഭ വെച്ചു. പിന്നെ മിങ്കുവിനെയും ലൂസിനെയും അവിടേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ കരടി സിംഹരാജാവിന്റെ അടുത്ത് എന്താ പറഞ്ഞത് വെച്ചാ, ഷേർഖാൻ സാറേ, കണ്ടില്ലേ നമ്മുടെ കാട്ടിൽ എന്താ പുതിയതായിട്ട് നടന്നിരിക്കുന്നെന്ന്? ആ കുറുക്കനും കൊരങ്ങനും പ്രേമിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടു. ഇങ്ങനെ ഒരു അതിശയം ഈ കാട്ടിൽ നടന്നിട്ടേ ഇല്ല. അപ്പോ നരികളുടെ നേതാവ് പറഞ്ഞു, ഇങ്ങനെ നടന്നത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര അവമാനമായല്ലോ. ഇവരുടെ ഈ വൃത്തികെട്ട പ്രേമം കാണുന്നത് എനിക്ക് വളരെ അവമാനമായിട്ടിരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും നമുക്ക് കൊന്നേ തീരണം. അപ്പോ കുരങ്ങ് പറഞ്ഞു, ഞങ്ങൾ ഇവരെ കൊല്ലൂല. എന്താ, ഞങ്ങളുടെ പിങ്കു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ആരും ഇല്ലാതെ ഒരു കുറുക്കന് ജീവിതം കൊടുത്തിരിക്കുക. അതുമല്ലാതെ അവള് കഷ്ടത്തിലുള്ളപ്പോ അവളുടെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിങ്ങളൊക്കെ എവിടെ പോയി? ആ ലൂസി ഞങ്ങളെ അന്വേഷിച്ചു വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ സഹായവും അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാതിരുന്നില്ലല്ലോ. ഞാൻ എല്ലാവരുടെ അടുത്തും വന്നു. പക്ഷെ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നിനക്ക് അച്ഛനും അമ്മയില്ല, പിന്നെ എങ്ങനെ സൗജന്യമായി ഭക്ഷണം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വേറെ വഴിയില്ലാതെ മിങ്കുവിന്റെ കൂടെ താമസിച്ചു. അത് നിങ്ങൾ ശരിയാണെന്ന് കരുതിയാലും തെറ്റാണെന്ന് കരുതിയാലും ഞാൻ ഒരിക്കലും മിങ്കുവിന് വിട്ട് എങ്ങും പോവില്ല. ഞാൻ അവന്റെ കൂടെ തന്നെ താമസിക്കും. അങ്ങനെ നിനക്ക് മിങ്കൂടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ കാട് വിട്ടു പുറത്തെവിടെങ്കിലും പോയി ജീവിച്ചോ. എന്റെ കാട്ടിൽ ഇതുപോലെ വിചിത്രമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ശരി രാജാവേ, പക്ഷെ ഞാൻ മിങ്കുവിന്റെ കുടുംബത്തെ അവനിൽ നിന്ന് പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ നിന്നും പോകുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ലൂസി അവിടുന്ന് പോയി. അപ്പൊ മിങ്കു അവളെ തടഞ്ഞ എന്താ പറഞ്ഞത് വെച്ചാ, ഇങ്ങോട്ട് നോക്ക് ലൂസി, നീ അവരുടെ ഒപ്പം പോയെങ്കിൽ എനിക്ക് എന്റെ കുടുംബം മുഖ്യമല്ല. നിന്റെ കൂടെ തന്നെ ഇവരുടെ ഒപ്പം ഞാനും വന്നേക്കാം. അപ്പൊ മിങ്കുന്റെ അച്ഛനമ്മ അവന്റെ അടുത്ത് പറഞ്ഞത്, അതെ ലൂസി, നീ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു. ശരിക്കും ഈ ലോകത്ത് സ്നേഹമാണ് വലുത്. നിങ്ങൾ എവിടെ പോയാലും രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോളൂ. ഞാൻ നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്ത് വന്ന് കണ്ടോളാം. കുടുംബ ആൾക്കാരുടെ സമ്മതത്തോടെ ലൂസിയും മിങ്കുവും ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. പിന്നെ ആ കാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് രണ്ടുപേരും അടുത്തുള്ള ഒരു കാട്ടിലെ നദീന്റെ ഓരത്ത് ഒറ്റയ്ക്ക് ഒരു വീട് കെട്ടിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ മിങ്കുന്റെ ആളുകളും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് കണ്ടുമുട്ടാൻ തുടങ്ങി. ഇവന്റെ രണ്ടുപേര് തമ്മിലുള്ള ഇഷ്ടം കണ്ട് അടുത്തുള്ള കാട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ അറിയാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും എന്താ പറഞ്ഞു വെച്ചാ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? പിങ്കു ലൂസിനെ കല്യാണം കഴിച്ച് ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് മൃഗങ്ങളുടെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് ആർക്കും ഒരു ആപത്തും വരത്തില്ല. പക്ഷെ കുറച്ച് മൃഗങ്ങൾ മാത്രം എതിർപക്ഷത്തിരിക്കാൻ തുടങ്ങി. ഭൂലോകത്ത് ഇത് സഹജമായ കാര്യമാണല്ലോ. ലൂസിയും മിങ്കും സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.